2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു മണിപ്പൂരിലെത്തി. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ശേഷമുള്ള മുർമുവിന്റെ ആദ്യ മണിപ്പൂർ സന്ദർശനമാണിത്. ഇംഫാലിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു മണിപ്പൂരിലെത്തിയത്. ഇംഫാലിൽ ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ നേതൃത്വത്തിൽ അവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. ഇന്നിപ്പോൾ പോളോ പ്രദർശനം കാണാൻ രാഷ്ട്രപതി പോയിരുന്നു. ശേഷം ഇംഫാലിലെ സിറ്റി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സർക്കാർ പരിപാടിയിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മം രാഷ്ട്രപതി നിർവഹിച്ചു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മവും രാഷ്ട്രപതി നിർവഹിക്കുകയുണ്ടായി. നാളെയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ ഇംഫാലിലെ നുപിലാൽ സ്മാരക സമുച്ചയം രാഷ്ട്രപതി സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഈ മണിപ്പൂരിലെ വനിതാ യോദ്ധാക്കളുടെ സ്മാരകത്തിൽ അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചടങ്ങാണ് നാളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സേനാപതിയിലെ ഒരു പൊതുപരിപാടിയിലും നാളെ രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട്. അവിടെയും ചില ഉദ്ഘാടന കർമ്മങ്ങളും ചില തറക്കല്ലിടൽ കർമ്മങ്ങളുമാണ് നാളെ രാഷ്ട്രപതിയുടെ പരിപാടിയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം രാഷ്ട്രപതി നാളെ ഡൽഹിക്ക് മടങ്ങുമെന്നുള്ള അറിയിപ്പുകളാണ് രാഷ്ട്രപതി ഭവൻ നൽകിയിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ എത്തിയിരിക്കുകയാണ്. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ശേഷമുള്ള മുർമുവിന്റെ ആദ്യത്തെ മണിപ്പൂർ സന്ദർശനമാണ്. നന്ദഗോപൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.